അപ്പൊ സാർ പറയുന്നില്ല. അപ്പൊ 5 പേരെ കൊന്നവനെ 5 തവണ കൊല്ലുന്ന ഒരു പ്രക്രിയ ലോകത്തുണ്ടെങ്കിൽ അത് വരാൻ ആരും ആഗ്രഹിക്കില്ലേ സാർ? അയാൾ പറഞ്ഞു അതെ. അങ്ങനെ ഒരു ലോകത്തെ കുറിച്ചുള്ള പഠനം അതെന്തേ നടക്കാത്തത്? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ. 39 വയസ്സെനിക്കായി. 39 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനില്ല, എന്റെ ഈ രൂപമില്ല, എന്റെ ഈ മുഖഭാവമില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വ്യത്യസ്ത ടൈപ്പല്ലേ? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മളില്ലാത്തൊരു കാലത്തിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ച ശുദ്ധ ശൂന്യതയിൽ നിന്ന് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചവൻ വീണ്ടും നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവില്ലാത്തവനാണ് എന്ന് പറയലാണോ ബുദ്ധി? അല്ല, വീണ്ടും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കലാണോ ബുദ്ധി? എല്ലാരോടും പ്രസംഗിക്കാൻ വേണ്ടി പ്രസംഗിച്ചിട്ടില്ല, ഒരു കാലത്തും പ്രസംഗിക്കാൻ വേണ്ടി ചിന്തിച്ചിട്ടില്ല. പരിവർത്തനദായകമായ ചിന്താബന്ധുരമായ ഇസ്ലാമിക പ്രബോധന കർമ്മപാതയിൽ ജീവിതത്തിൽ വെട്ടിത്തുറന്ന ഹൃച്ചുവായ പാത തുറന്ന പ്രവാചകന്മാരുടെ പ്രബോധന ശൃംഖലയിൽ നിന്നുകൊണ്ടാണ്, പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാർ വെട്ടിത്തുറന്ന പാതയിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. മരണത്തോടുകൂടി അവസാനിക്കുന്നതല്ല ഈ ജീവിതം. ഇത് ചുമ്മാ പറയുന്നതല്ല. ഇത് നമ്മളൊക്കെ ആലോചിച്ച്, ഏതൊരു സ്ത്രീയും ഏതൊരു പുരുഷനും അവർ ജനിക്കുന്നതിന് മുമ്പ് ഒരു കാലം ആരവരെ സൃഷ്ടിച്ചു, അവൻ വീണ്ടും സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ കഴിയും? ഈ സ്പീച്ചിങ് സ്റ്റാൻഡിന്റെ വ്യത്യസ്ത ദിക്കുകളിൽ ആണിയിട്ടുറപ്പിച്ചിരിക്കുകയാണിത്. ഇതിന്റെ ആണികൾ ഓരോന്ന് നമ്മൾ വലിച്ചെടുത്താൽ ഇതിനെ നമുക്ക് വേർപെടുത്താം. ഒരു മരമായിരുന്ന ആ മരത്തെ വെട്ടിമുറിച്ച് പലകകളാക്കി, ഈർച്ചമില്ലിൽ കൊണ്ടുപോയി പലകകളാക്കി, ആശാരിയുടെ കരവിരുതിന് വിധേയമായി കാർപ്പൻറ്റർ രൂപപ്പെടുത്തി ഇതൊരു ഇളകാത്ത സ്പീച്ചിങ് സ്റ്റാൻഡാക്കി നമ്മുടെ മുമ്പിൽ വെച്ച് തന്ന് ഇതിന്റെ ആണിയൂരി ഇതിനെ റീഫിറ്റ് ചെയ്യാൻ പിന്നെ കഴിയില്ല എന്ന് പറയാൻ ഏത് ബടയനാ സാധിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഗൗരവമായ ഒരു ജീവിതം നിങ്ങളുടെ മുമ്പിൽ ഇട്ടു തരാനാണ് ഞാൻ ഈ പ്രസംഗത്തെ രൂപപ്പെടുത്തിയത്. നമുക്ക് മരിക്കണം. മരിച്ചതിന് ശേഷം എന്ത്? കഴിഞ്ഞ ദിവസം ഏനപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന, മംഗലാപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ചിത്ര എന്ന് പറയുന്ന പെൺകുട്ടി എന്നെ വിളിച്ചിട്ട്, കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്ക എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന ചിത്ര എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ്. എനിക്കറിയില്ല ആ കുട്ടിയെ, ഞാനിത് പച്ചയായി പറയും. ആ കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സർ, ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം. രാത്രി എന്റെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് വിളിച്ചതാണ്. എന്റെ മെസ്സേജ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ലെങ്കിൽ എനിക്കൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല സർ. എനിക്ക് ജീവിതത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് എനിക്ക് സമാധാനമില്ല. കാരണം ഞാൻ ഏറെ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചൊരു കുട്ടിയാണ്. എനിക്ക് നീതി നേടിത്തരാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കില്ല. എന്റെ മനസ്സിനൊരു സ്വസ്ഥതയില്ല. അങ്ങനോടൊന്ന് സംസാരിക്കണം പ്ലീസ് എന്ന് പറഞ്ഞവളുടെ മെസ്സേജ് കണ്ട രാത്രിയിൽ ഞാൻ അവളെ വിളിച്ചു സംസാരിച്ചു. ചിത്ര, എന്താ നിന്റെ പ്രയാസം? എന്താ നിന്റെ പ്രശ്നം? മനുഷ്യരിൽ ഇടപെട്ട മതം. ഞാൻ അതുകൊണ്ടാണ് പരസ്യമായി പറയുന്നത്. ഈ നാട്ടിലെ ആത്മഹത്യ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് ഹൈന്ദവരാണ്. അവരെ രക്ഷപ്പെടുത്താൻ ഇനി ഒരു പ്രവാചകൻ വരാനില്ല, ഇനി ഒരു വാൽമീകി മഹർഷിയില്ല, ഇനി ഒരു ഋഷീശ്വരന്മാർ വരാനില്ല. ചൂഷകരായ, വഞ്ചകരായ, മതത്തെ വിറ്റ് കാശുണ്ടാക്കുന്ന ആളുകളാണ് ഇനി ഹിന്ദു മതത്തിലും ഇസ്ലാമിക സമൂഹത്തിലുമൊക്കെ പൗരോഹിത്യമായി കടന്നു വരുന്നത്. നാം കാണുന്നത് അവിടെ രക്ഷപ്പെടുത്തണം. ഒരു ചിത്രയും ആത്മഹത്യ ചെയ്യരുത്, ഒരു ദേവിയും ആത്മഹത്യ ചെയ്യരുത്, ഒരു വനിതയും ആത്മഹത്യ ചെയ്യരുത്, ഒരു പുരുഷനും ആത്മഹത്യ ചെയ്യരുത്. മദ്യപിച്ച് ഈ കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ നാടിന്റെ തൊട്ടടുത്ത് മദ്യപിച്ച് പരസ്പരം വാക്കേറ്റമുണ്ടായി. കത്തി കൊണ്ട് കുത്തി മലർത്തിയിട്ട് അവനെ കെട്ടിത്തൂക്കി. അവൻ തൂങ്ങി മരിച്ചതാണ് മരിച്ചു തീർക്കാൻ. ഇങ്ങനെയുള്ള ഒരു ലോകം, ഈ ലോകത്തെ മാറ്റാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഈ ചോദ്യമാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. ഈ സമൂഹം നന്നാകണം, മദ്യമില്ലാത്തൊരു രാജ്യമുണ്ടാകണം. അങ്ങനെ ഉണ്ടായി, അങ്ങനെ ഒരു രാഷ്ട്രം ഭരിച്ച പ്രവാചകൻ അനുയായികളായ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു രാഷ്ട്രമുണ്ടോ? നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു രാഷ്ട്രമുണ്ടോ? വേശ്യാലയമില്ലാത്ത, പലിശാലയമില്ലാത്ത ഒരു രാജ്യത്തെ രൂപപ്പെടുത്തിയ ഒരു ഭരണാധികാരിയെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ? പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയല്ലാതെ കഴിയുമോ? എന്റെ ചോദ്യത്തിന് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ദാർശനികന് ഇതാ കാർൽ മാർക്സിന്റെ രാജ്യം എന്ന് പറയാൻ, ഇതാ ചൈന, റഷ്യ എന്ന് പറയാൻ, ക്യൂബ എന്ന് പറയാൻ ഇല്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അവിടെ വേശ്യാലയങ്ങൾ വർദ്ധിതമായ തോതിൽ വർദ്ധിച്ചത് എപ്പോഴാണെന്നറിയോ? കമ്മ്യൂണിസ്റ്റ് റഷ്യ പരാജയപ്പെട്ട് അവിടുത്തെ പെണ്ണുങ്ങൾ ഉടുതുണി ഉരിയാൻ
ആരുടെ മുമ്പിലും മടിക്കെട്ട് ഉരിഞ്ഞുകൊടുക്കാൻ മടിയില്ലാത്ത റഷ്യയിലെ ആളുകൾ UAE-യിലേക്ക് പ്രവേശിച്ചപ്പോഴാണ്, ബഹ്റൈനിലേക്ക് പ്രവേശിച്ചപ്പോഴാണ്. ഞാനിത് വെറുതെ പറയുകയല്ല. എന്തേ? അവരുടെ മുമ്പിൽ ഒരു ജീവിത മാതൃകയില്ല. അവർക്ക് മാതൃക കാണിക്കാൻ ഒരാളില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മദ്യമുക്തമായ ഒരു ലോകത്തിന് വേണ്ടി ചിന്തിച്ചാൽ കാർൽ മാർക്സിൽ അതിന് മാതൃകയില്ല. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. കാർൽ മാർക്സിന്റെ ആത്മഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന വാചകമുണ്ട്. അതെന്താണ്? ഞാൻ എന്റെ സർവകലാശാലയിൽ ഞങ്ങൾ മുഴുകുടിയന്മാരായിരുന്നു. മൂക്കറ്റം കുടിച്ച എന്നെ എന്റെ സർവകലാശാല പുറത്താക്കി. എന്റെ സർവകലാശാല ഒരു സർവകലാശാലയായിരുന്നു, അതോടൊപ്പം ഒരു മദ്യശാല കൂടിയായിരുന്നു. കാർൽ മാർക്സിന്റെ വാക്കുകളാണ്. കാർൽ മാർക്സ് പറഞ്ഞു, ഞങ്ങളെ തുറങ്കലിൽ അടച്ചു മദ്യപിച്ചതിന്റെ പേരിൽ യൂണിവേഴ്സിറ്റിയിൽ. ആ തുറങ്കലിൽ എന്റെ കൂട്ടുകാരൊക്കെ മദ്യപാനികളായിരുന്നു. തീർന്നില്ല, കള്ളുഷാപ്പിൽ കയറി മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന്റെ പേരിൽ പോലീസ് എന്നെ ഓടിച്ചിട്ടിടിച്ചു എന്ന് കാർൽ മാർക്സ് പറയുന്നു. അദ്ദേഹത്തെ കണ്ടിട്ട് മദ്യമുക്തമായ ഒരു രാജ്യം ലോകത്തുണ്ടാവോ? ആവട്ടെ പോകട്ടെ, കുടിക്കട്ടെ, എന്തുമാകട്ടെ എന്നതായിരുന്നല്ലോ മാറി മാറി വന്ന നമ്മുടെ സർക്കാരുകളുടെ അവസ്ഥാവിശേഷം. മദ്യത്തിൽ നിന്നുള്ള കോടികൾ കൊണ്ടാണ് നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? മഹാത്മാഗാന്ധി ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ആഘോഷിക്കുമ്പോ മദ്യമുക്തമായ ഒരു ലോകം മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടു. നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? മദ്യമില്ലാത്ത ഒരു രാജ്യം ഭരിച്ച ഏക ഭരണാധികാരിയുടെ പേര് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം. ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി ഏതസ്മിന്നന്തരെ മ്ലേച്ഛാചാര്യണ സമുന്നിത മഹാമതിദിഖ്യാത ശിഷ്യശാഖ സമുന്നിതം എന്ന് പറഞ്ഞ ആ പ്രവാചക തിരുമേനിക്കല്ലാതെ ഒരൊറ്റ കുട്ടി മദ്യപിക്കാത്ത ഒരു രാഷ്ട്രം, ചാരായ ഷാപ്പില്ലാത്ത ഒരു രാഷ്ട്രം മദീന. മദീന ആലോചിച്ചിട്ടുണ്ടോ? മുഹമ്മദ് നബിയുടെ മൂക്കിനെതായ മദ്യപിക്കാത്ത മനുഷ്യകുലത്തെ വാർത്തത് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ?